ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഈ കാട്ടാളനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിനെ നീ വേദനിക്കേണ്ടതില്ല. കാരണം കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞിട്ട് ആ കഴിഞ്ഞ ജന്മം കാണിച്ചു കൊടുക്കുന്നു അത്രേ. കഴിഞ്ഞ ജന്മത്തില് ഇതേ വിധത്തിൽ നിന്നെ ഞാൻ ഒളിയം പെയ്ത് കൊന്നിട്ടുണ്ട്, കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. നമ്മള് പലപ്പോഴും ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കർമ്മഫലങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കാറുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ട്, പലവിധ സാഹചര്യങ്ങളിൽ, അല്ലെ? ഇതിലെല്ലാം വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠനങ്ങളുടെയും അനുഭവങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സ്പീരിയൻസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകുമായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ലിങ്ക് വന്നിട്ടുണ്ടാകും. അതുപോലെ ഡിസ്കഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യും. അത് സൗകര്യം പോലെ കണ്ടോളുക. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങള്, മരണം, പുനർജന്മം, അതുപോലെ കർമ്മ തുടങ്ങിയ കാര്യങ്ങള് നമ്മുടെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളില്, ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങളില് എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അവയ്ക്ക് ഇതിനോടെല്ലാമുള്ള കാഴ്ചപ്പാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കിപ്പോ തൽക്കാലം രാമായണം അതിനെ അടിസ്ഥാനമാക്കി എടുക്കാം. രാമായണം അതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പറയുകയാണ്, രാമായണം, മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ വലിയ പാണ്ഡിത്യമോ ആഴത്തിലും അഗാധവുമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. എങ്കിലും ഒരു ശരാശരി അറിവ് വെച്ചുകൊണ്ട് പറയുകയാണ്. ആർക്കെങ്കിലും അതിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം. അതുപോലെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, കൂട്ടിച്ചേർക്കാം. തീർച്ചയായിട്ടും അതിനെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. രാമായണത്തിലെ ഒരു സന്ദർഭത്തില് ബാലിയുടെ മരണശേഷം, നിങ്ങൾക്കറിയാം ബാലിയെ രാമൻ ഒളിയം പെയ്ത് കൊന്നതാണ് എന്നുള്ളത്. അപ്പോ ബാലിയെ രാമൻ ഒളിയം പെയ്ത് കൊന്നതിന്റെ ആ ധാർമ്മികതയെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് രാമായണത്തിലെ സന്ദർഭങ്ങൾ അനുസരിച്ച് രാമൻ എന്ന് പറയുന്നത് മര്യാദയുടെ മൂർത്തിമത് ഭാവമാണ്, മര്യാദാ പുരുഷോത്തമനാണ്. ഈ പറഞ്ഞ എല്ലാ സ്വഭാവ സവിശേഷതകളും ഗുണഗണങ്ങളുമുള്ള ശ്രീരാമൻ ഒളിയം പെയ്ത്, അതായത് എല്ലാ യുദ്ധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ബാലിയെ കൊന്നതിന്റെ ധാർമ്മികതയെക്കുറിച്ച്, അതിന്റെ ധർമാധർമ്മങ്ങളെ കുറിച്ച് ബാലിയുടെ മരണത്തിന് ശേഷം ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര ശ്രീരാമനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അല്ലയോ ശ്രീരാമ ഭഗവാനെ, ഇത്രമാത്രം മര്യാദാ പുരുഷോത്തമനായ ധർമ്മത്തിന്റെ പ്രതീകമായ അങ്ങ് എന്തിനാണ് എല്ലാ യുദ്ധ നിയമങ്ങളെയും ധാർമ്മികതയും ലംഘിച്ചുകൊണ്ട് എന്റെ ഭർത്താവായിട്ടുള്ള ബാലിയെ ഒളിയം പെയ്ത് കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ശ്രീരാമൻ തന്നെ അതേ സ്ഥാനത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം യുദ്ധ നിയമങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ദ്വന്ദ്വയുദ്ധമായിരുന്നു ബാലിയും സുഗ്രീവനും തമ്മിൽ, അല്ലെ? ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ധാർമ്മികമായിട്ടുള്ള ചില പൊതു നിയമങ്ങളുണ്ട്. തുല്യ ശക്തിയുള്ളവർ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ പാടില്ല. ആയുധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ പാടില്ല. പുറമേ നിന്ന് ആരും ഇടപെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം നിയമങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഈ നിയമങ്ങളെ, നീതികളെ എല്ലാം തൃണവത്കരിച്ചുകൊണ്ട് ഈ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധത്തിനിടയില് മൂന്നാമത് ഒരാളായിട്ട്, അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്ത് ഈ പറയുന്ന ശ്രീരാമൻ ബാലിയെ കൊന്നിരിക്കുന്നത്. അതിന്റെ ധാർമ്മികതയെ കുറിച്ചാണ് ചോദ്യം. അപ്പോ ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര ഇതേക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ശ്രീരാമൻ അതിന് പറയുന്ന മറുപടികൾ വളരെ വളരെ പ്രസക്തമാണ്. അതിൽ ആദ്യത്തെ കാരണം പറയുന്നത്, ബാലിയെ ഒളിയം പെയ്ത് കൊന്നതിന്റെ ആദ്യത്തെ കാരണമായിട്ട് ശ്രീരാമൻ അവിടെ സൂചിപ്പിക്കുന്നത്, ഇപ്പോ ബാലി മരിക്കേണ്ട അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ബാലി മരിക്കേണ്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടത് ശ്രീരാമൻ എന്ന എന്റെ കൈകളിലൂടെയാണ്. അത് വിധിയുടെ നിയോഗമാണ്. അതായത് പ്രപഞ്ചത്തിന്റെ തീരുമാനം അങ്ങനെയാണ്, അത് അങ്ങനെയേ സംഭവിക്കാവൂ. ഇനി മറ്റൊന്ന്, എന്തുകൊണ്ട് ഒളിയം പെയ്ത് കൊന്നു അല്ലെങ്കിൽ ഒളിയം പെയ്ത് കൊല്ലേണ്ടി വന്നു? അതിന് കാരണമായിട്ട് പറയുന്നത്, ബാലിക്ക് വരം കിട്ടിയിട്ടുണ്ട്. മുൻപ് എപ്പോഴും ഒരിക്കൽ ബാലി വരം നേടിയിട്ടുണ്ട്. നേർക്ക് നേരെ യുദ്ധം ചെയ്തുകൊണ്ട്, ആയുധം ഉപയോഗിച്ചുകൊണ്ട് ബാലിയെ കൊല്ലാൻ സാധ്യമല്ല, അങ്ങനെ ഒരു മരണം ബാലിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ബാലി നേരത്തെ തന്നെ വരം നേടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നേർക്ക് നേരെ യുദ്ധം ചെയ്തുകൊണ്ട്, നേർക്ക് നേരെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ബാലിയെ കൊല്ലുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഒളിയം പെയ്ത് കൊല്ലേണ്ടി വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മറ്റു മാർഗങ്ങളില്ല.
അതല്ലാതെ. ഇനി മറ്റൊന്ന്, ഇതൊന്നും കാരണങ്ങളല്ല, അല്ലെങ്കിൽ ഇതൊന്നും ന്യായീകരണങ്ങളല്ല. ബാലി മരണപ്പെടേണ്ട സമയമായി എന്നുള്ളതും ഒളിയമ്പെയ്ത് കൊല്ലേണ്ടി വന്നു എന്നുള്ളതും ഒന്നും ന്യായീകരണങ്ങളും അല്ല. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തെ ഭാഗത്ത് ശ്രീരാമൻ തുടരുന്നുണ്ട്, ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ധർമ്മമല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അടുത്ത ജന്മം ഞാൻ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കും, ബാലി കാട്ടാളനായിട്ടും ജനിക്കും. ആ സമയത്ത് ഇതുപോലെ തന്നെ ഇന്നത്തെ ബാലി എന്ന അന്നത്തെ കാട്ടാളന്റെ അമ്പേറ്റിട്ട് അല്ലെങ്കിൽ ഒളിയമ്പ് തന്നെ ഏറ്റിട്ട് ഞാൻ മരണപ്പെടാം. കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മഫലവും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ജന്മത്തിൽ നമുക്കറിയാം ബാലി ആ സമയത്ത് തന്നെ മരണപ്പെടുന്നുണ്ട്. ശ്രീരാമൻ പിന്നീട് ഒരു അവസരത്തില് ദേഹത്യാഗം ചെയ്യുന്നുണ്ട്. അടുത്ത ജന്മത്തില് ശ്രീരാമൻ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുന്നുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മഹാഭാരത യുദ്ധത്തിനിടയിലെ ഒരുപാട് ആയുധങ്ങൾക്കിടയിൽ നിരായുധനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് യുദ്ധം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ആ യുദ്ധമെല്ലാം കഴിഞ്ഞ് വളരെ ശാന്തമായിട്ട് സമാധാനത്തോടുകൂടി കാട്ടില് ഒരിടത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കാൽപാദത്തില് അസ്ത്രമേറ്റിട്ടാണ് ശ്രീകൃഷ്ണൻ അന്ന് മരണപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ ഉറങ്ങാൻ കിടന്ന ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങളിൽ അസ്ത്രം തറച്ച് തുളഞ്ഞു കയറിയപ്പോ അദ്ദേഹം നിലവിളിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ആ ആർത്തനാദം കേട്ട് അമ്പെയ്ത കാട്ടാളൻ വന്നിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് ശ്രീകൃഷ്ണൻ അമ്പേറ്റ് വേദന കൊണ്ട് പിളയുന്നതാണ്. അപ്പൊ ആ കാട്ടാളന് ഒരുപാട് മനസ്താപം തോന്നി, വിഷമം തോന്നി, വേദന തോന്നി. അബദ്ധത്തിലാണെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോ ഈ കാട്ടാളൻ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങളിൽ വീണ് വിലപിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഈ കാട്ടാളനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിനെ നീ വേദനിക്കേണ്ടതില്ല, കാരണം കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞിട്ട് ആ കഴിഞ്ഞ ജന്മം കാണിച്ചു കൊടുക്കുന്നു അത്രേ. കഴിഞ്ഞ ജന്മത്തില് ഇതേ വിധത്തിൽ നിന്നെ ഞാൻ ഒളിയമ്പെയ്ത് കൊന്നിട്ടുണ്ട്, കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ കർമ്മഫലമാണിത്, ഇത് ഞാൻ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ആ കാട്ടാളനെ ആശ്വസിപ്പിക്കുന്നതായിട്ട് പറയും. അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിശ്വാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുനർജന്മങ്ങൾ ഉണ്ട് എന്നുള്ളതും പൗരാണിക ഗ്രന്ഥങ്ങൾ അതിനെ സാധൂകരിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കർമ്മഫലം, പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം തീർച്ചയായിട്ടും ജന്മാന്തരങ്ങൾ കഴിഞ്ഞായാലും ശരി ഉചിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വിധത്തിലുള്ള ഒരു വിവരം പലർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്, അതാത് ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം, പ്രവൃത്തികളുടെ ഫലം അതാത് ജന്മം തന്നെ അനുഭവിക്കേണ്ടതല്ലേ എന്നുള്ളത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ശരീരത്തിനുള്ളിലെ ജീവൻ അല്ലെങ്കിൽ പ്രാണനെന്നോ ആത്മാവെന്നോ ഒക്കെ നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു ഊർജം, അതിന് ഒരിക്കലും ഒരു അവസാനമില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ അനാദികാലത്തോളം എന്ന് വേണമെങ്കിൽ പറയാം. അതെന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അവസാനമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ശരീരങ്ങൾ മാറുന്നുവെങ്കിലും നമ്മൾ ഇതിനുള്ള ഊർജം ഇത് തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിലും അതിന്റെ മുന്നത്തെ ജന്മത്തിലും അതിന്റെ മുന്നത്തെ ജന്മത്തിലും എല്ലാം ഇതേ ഊർജത്തിൽ തന്നെയാണ് ഈ ജീവൻ നിലനിന്ന് പോന്നിരിക്കുന്നത്. ശരീരം മാധ്യമം മാത്രം മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ആ വസ്ത്രം മുഷിഞ്ഞു, അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ വന്നു, അല്ലെങ്കിൽ അത് പഴയതായി. അപ്പോ ഞാൻ ഈ വസ്ത്രം മാറ്റിയിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നു. ഈ വസ്ത്രം മാത്രമേ മാറിയുള്ളൂ, ഇതിന്റെ ഉള്ളിലെ ഞാൻ ഇതേ വ്യക്തി തന്നെയായിരുന്നു. ഇന്നലെ ചെയ്ത അതേ കർമ്മങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസമോ അതിന്റെ മുന്നത്തെ ദിവസമോ ഒക്കെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം ഇന്ന് അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതല്ലാതെ വസ്ത്രം മാറിയെന്ന ഒറ്റ കാരണം കൊണ്ട് ആ കർമ്മത്തിന്റെ ഉത്തരവാദിത്വം അതിൽ നിന്ന് എനിക്ക് ഒഴിയാനാകില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരല്പം ആത്മീയത ചേർത്ത് പറയുന്നതാണ്.
ഇതുപോലെ തന്നെയാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചും വ്യത്യസ്തങ്ങളായ രീതികളെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതെല്ലാം മറ്റു വീഡിയോകളിൽ കൃത്യമായിട്ട് വളരെ വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപന രീതികളും മനഃശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ചിലതെല്ലാം ചില സ്പിരിച്വൽ തലങ്ങളും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതായത് ചില ക്ലിനിക്കൽ കേസുകൾക്കിടയിലും ചില ആളുകളുടെ ചില വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിലുമൊക്കെ ചില വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായ ധാരാളം മാർഗങ്ങൾ അതിലൂടെ കടന്നുപോയിട്ടും ശരിയായിട്ടുള്ള കാരണമോ അല്ലെങ്കിൽ പരിഹാരമോ കിട്ടാതിരിക്കുന്ന ചില വ്യക്തികളുടെ കാര്യത്തിൽ, എല്ലാ വ്യക്തികളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെങ്കിലും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി അതിഗംഭീരമായിട്ടുള്ള പ്രയോജനം ചെയ്യുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള പ്രയോജനം ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കാണുക, പ്ലേലിസ്റ്റ് ആയിട്ട് മുകളിൽ കൊടുക്കാം. അപ്പൊ എന്തു തന്നെയായാലും ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങളും ഈ പറയുന്ന വിധത്തിലെ പുനർജന്മങ്ങളെയും മുജ്ജന്മങ്ങളെയും പൂർവ്വജന്മങ്ങളെയും അതുപോലെ തന്നെ കർമ്മഫലങ്ങളെയും എല്ലാം പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് വേണം കരുതാൻ. നിങ്ങൾക്ക് ഇതേ വിധത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും. കാരണം അത് കൂടുതൽ അറിവുകളിലേക്ക് നമ്മളെല്ലാവരെയും നയിക്കാൻ, കൂടുതൽ ആഴങ്ങളിൽ ചിന്തിക്കാൻ തീർച്ചയായിട്ടും കാരണമാകും. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. വിജ്ഞാനപ്രദമായ അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.